അഷ്ടാംഗ യോഗയിലെ 4ാമത്തെ അധ്യായം, അതായത് പ്രാണായാമം, ബയോ എനർജി. ശരീരത്തിനുള്ളിൽ ശ്വാസകോശങ്ങളിലും കോശങ്ങളിലും പേശികളിലെല്ലാം അലിഞ്ഞുകൂടി കിടക്കുന്ന വിഷമാലിന്യങ്ങൾ പുറന്തള്ളിക്കൊണ്ട്, കാർബൺ ഡയോക്സൈഡായി പുറന്തള്ളിക്കൊണ്ട് കൂടുതൽ ഓക്സിജൻ എത്തിക്കുകയും ശരീരത്തിൽ കൂടുതൽ ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയാണ് പ്രാണായാമം. അപ്പം യോഗാസനങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടാണ് പ്രാണായാമം ചെയ്യേണ്ടത്. നിങ്ങൾ ഇരുന്നു കൊണ്ട് പത്മാസനത്തിലോ സുഖാസനത്തിലോ ഇല്ല ഒരു കസാരയിലിരുന്ന് കൂടെ നമുക്ക് ഈ പ്രാണായാമം ചെയ്യാം. ഒരു ദിവസം ഒരു അരമണിക്കൂറെങ്കിലും രാവിലെയും വൈകുന്നേരം നമുക്ക് പ്രാണായാമം ചെയ്യാൻ സമയം കണ്ടെത്തണം. പ്രാണായാമേന യുക്തേന സർവരോഗ ക്ഷയൽഭവേൽ. ആയുക്തഭ്യാസ യോഗാസന സർവരോഗ സമുദ്ഭവ എന്ന് പറഞ്ഞാൽ, യുക്തമായി ശരിയായി പ്രാണായാമം ചെയ്താൽ സർവരോഗവും ഇല്ലാതാക്കുകയും ആയുക്തമായി അലസമായും പ്രാണായാമം ചെയ്താൽ രോഗത്തെ സ്വന്തം ശരീരത്തിലേക്ക് ക്ഷണിക്കുന്നതാണ് തുല്യം. അപ്പം ചിട്ടയോടുകൂടി ഈ പ്രാണായാമം ചെയ്യണം. പ്രാണായാമത്തിൽ 3 പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. ഒന്ന് പൂരകം, ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുന്നത്, കുംഭകം പിടിച്ചു നിർത്തുന്നത്, അതുപോലെ തന്നെ റേചകം പുറന്തള്ളുന്നത്, കാർബൺ ഡയോക്സൈഡ്. അപ്പോൾ ഇതിനെ നമുക്ക് വിശദമായിട്ട് പിന്നിട്ട് പഠിക്കാം. നമ്മളിപ്പം പറഞ്ഞു തരാൻ പോകുന്നത് നാഡീശുദ്ധി പ്രാണായാമം, അതായത് അനുലോമ വിലോമ പ്രാണായാമം. എങ്ങനെയാണ് നമുക്ക് കുറച്ച് ടയർഡായിരിക്കുമ്പോൾ ഈ പ്രാണായാമം ചെയ്യുമ്പോൾ അത് മാറ്റിയെടുക്കാൻ കഴിയും. നാഡി എന്നാൽ ചാനൽ എന്നർത്ഥം, ശുദ്ധി എന്നാൽ ശുചിയാക്കൽ. പലതരത്തിലുള്ള വിഷമയമായ അഴുക്കുകൾ കൊണ്ട് നമ്മുടെ നാഡികൾ അശുദ്ധമായി പോകുന്നില്ലേ. പ്രകൃതിയിൽ കാണുന്ന മാലിന്യങ്ങൾ എന്ന് പറയുമ്പോൾ കാർബണിൻ്റെ അളവ് കൂടുതൽ വരുന്നില്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഉള്ളിലേക്കുള്ള നാഡികൾ അശുദ്ധമാകുന്നു. ഇതിനെ ശുദ്ധീകരിക്കുകയാണ് ഈ പ്രാണായാമത്തിലൂടെ നാം ചെയ്യുന്നത്. നമുക്കറിയാം, ഇഡ പിംഗ്ള ഈ 2 നാഡികൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും അല്ലേ. അത് ശ്രദ്ധാറയിൽ പറയുന്നുണ്ട്, അത് പിന്നിട്ട് നമുക്ക് വിശദീകരിക്കാം. ഇന്ന് 2 നാഡികളുടെ വളരെ പ്രാധാന്യമുണ്ട്. ഈ ചാനലുകൾ ഇതിനെ സൂര്യനാഡി, അതായത് വലത് സൂര്യനാഡി, ഇടത് ചന്ദ്രനാഡി. മാനസിക പിരിമുറുക്കം കൊണ്ട് ഈ ചാനലുകൾ തടസ്സപ്പെടാം. മാനസിക ശാരീരിക ആഘാതം കൊണ്ടും ചാനലുകൾ തടസ്സമുണ്ടാകാം. ആരോഗ്യകരമല്ലാത്ത ജീവിത രീതി ചാനലുകൾക്ക് തടസ്സം ഉണ്ടാക്കുന്നു. നാഡിശുദ്ധി പ്രാണായാമത്തെ അനുലോമ വിലോമ പ്രാണായാമം എന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് സംബന്ധിച്ച് ഞാൻ നോട്ട്സ് എഴുതി അയച്ചു തരാം. എൻ്റെ പ്രയോജനത്തെ സംബന്ധിച്ച് പറഞ്ഞുതരാം. ഓക്കെ, അപ്പം ഇതാണ് പഞ്ചഭൂതങ്ങൾ, കൈവിരകൾ, അഗ്നി, വായു, ആകാശം, ഭൂമി, ജലം അല്ലേ. വലത് സൂര്യനാഡി, ഇടത് ചന്ദ്രനാഡി. അപ്പം ഈ അഗ്നി കൊണ്ട് പെരുവിരൽ കൊണ്ട് മടക്കി പിടിക്കുക. ഇപ്പോൾ ഇങ്ങനെ മാറി മാറി നമുക്കൊരു 10 തവണ ചെയ്യണം. അപ്പോൾ ഉള്ളിലേക്ക് പൂരകം ചെയ്യുമ്പോൾ സൗണ്ട് വരാൻ പാടില്ല. പതിയെ ശ്വാസകോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കുക. പുറന്തള്ളുന്നത് സ്പീഡപ്പിൽ ചെയ്യുക അല്ലേ. മുഴുവൻ വയറക്കി മുഴുവൻ വേസ്റ്റും പുറന്തള്ളുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രയോജനം സംബന്ധിച്ച് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും എല്ലാ ദിവസവും യോഗ ചെയ്യണം. ഇന്ന് മഴയായത് കൊണ്ടാണ് വേറെ ആസനങ്ങളൊന്നും ചെയ്ത് കാണിക്കാത്തത്. നല്ല മഴയുണ്ട് നിങ്ങളുടെ അവിടെ, എങ്ങനെ നമുക്കറിയത്തില്ല. ഓക്കെ, എല്ലാവർക്കും ഇന്നത്തെ ദിവസം നല്ലത് വരട്ടെ.